വിവിധ പരമ്പരകളിലൂടെയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ അഭിനേതാക്കളിലൊരാളായ സിദ്ധാർത്ഥ് വേണുഗോപാൽ ഇനിയില്ല. അർബുദ രോഗത്തെ തുടർന്നുള്ള ചികിത്സയിലായിരുന്നു അദ്ദേഹം. അഭിനേത്രിയായ സീമ ജി നായരായിരുന്നു ദുഃഖവാർത്ത പങ്കുവച്ചത്. "അയ്യോ, അദ്ദേഹത്തിന് എന്തുപറ്റി, വിശ്വസിക്കാനാകുന്നില്ല" എന്നും നിറപുഞ്ചിരിയോടെ കണ്ടിരുന്നതാണല്ലോ. നിരവധി പേരായിരുന്നു വിഷമം പങ്കുവച്ചത്. ഇൻഡസ്ട്രിയിലുള്ളവരും ഈ വേർപാട് വിശ്വസിക്കാനാവുന്നില്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. സിദ്ധാർത്ഥുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ഒന്നിച്ച് ചെലവഴിച്ച നല്ല നിമിഷങ്ങളെക്കുറിച്ചും പറഞ്ഞെത്തിയിരിക്കുകയാണ് വിജേഷ് അവനൂർ. "ഞാൻ സലൂൺ ജോലി ചെയ്തിരുന്ന കാലം മുതൽ പരിചയമുള്ള ഒരു കൂട്ടുകാരൻ. അവൻ്റെ ആദ്യത്തെ സീരിയലിൽ അഭിനയിക്കാൻ പോകുമ്പോൾ എൻ്റെ കടയിൽ താടിയും മുടിയുമൊക്കെ സെറ്റ് ചെയ്ത് പോയത് ഇപ്പോഴും ഓർക്കുന്നു. പിന്നീട് അവൻ അറിയപ്പെടുന്ന ഒരു നടനായി. ഒരു നിമിത്തം പോലെ ഞാനും സീരിയലിൽ അഭിനയിക്കാനെത്തി. എപ്പോഴും വിളിച്ചു വലിയ സൗഹൃദങ്ങൾ ഒന്നും പങ്കുവെക്കാറില്ലെങ്കിലും കാണുന്ന എല്ലാ അവസരങ്ങളിലും നമുക്ക് ചേർന്ന് നല്ലൊരു വർക്ക് ചെയ്യണമെന്ന് എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും പറയുമായിരുന്നു. പിന്നീട് കുറേ കാലത്തേക്ക് അവൻ്റെ വിവരങ്ങളൊന്നും തന്നെ ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. പഴയ നമ്പറിൽ 1-2 തവണ വിളിച്ചപ്പോഴും കിട്ടിയില്ല. ഇപ്പോഴിതാ അപ്രതീക്ഷിതമായി അവൻ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയെന്നറിയുന്നു. എപ്പോൾ കാണുമ്പോഴും അവൻ്റെ അമ്മയെ ഫോണിൽ വിളിച്ച് എന്നെ സംസാരിപ്പിക്കുമായിരുന്നു. അമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ചിരിച്ചല്ലാതെ ഞാൻ അവനെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇനി ഒരിക്കലും ആ ചിരി നേരിൽ കാണാൻ കഴിയില്ല എന്ന് അറിയുമ്പോൾ വല്ലാത്തൊരു സങ്കടം. എവിടെയെങ്കിലും എന്നെങ്കിലും വെച്ച് വീണ്ടും കാണാമെന്ന ഒരു പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു. ഇനി അതില്ല. എങ്കിലും പ്രിയ കൂട്ടുകാരാ, ആ പഴയ ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ല. നിന്റെ സ്വപ്നങ്ങൾ ബാക്കി വെച്ചു നീ യാത്രയായിടത്തു നമുക്ക് ഒരിക്കൽ കാണാമെന്നുമായിരുന്നു വിജേഷ് കുറിച്ചത്. "അയ്യോ, എന്തു പറ്റിയതാണ്. നല്ല നടനായിരുന്നു. കസ്തൂരിമാൻ സീരിയലിലാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. എപ്പോഴും ചിരിച്ചോണ്ട് കാണാറുള്ളതും. ഇദ്ദേഹം അഭിനയിച്ച സീരിയൽ കണ്ടിട്ട് വേർപാട് വിശ്വസിക്കാനാകുന്നില്ല. കസ്തൂരിമാൻ സീരിയൽ കാണുന്നതേ ഇദ്ദേഹത്തെ കാണാനായിരുന്നു. ഒരുപാട് ഇഷ്ടമായിരുന്നു അന്ന്. പിന്നീട് വേറെ പരമ്പരകളിലൊന്നും കണ്ടതേയില്ല. എന്നാലും ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലെന്നറിഞ്ഞപ്പോൾ സങ്കടം. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ സിദ്ധിച്ചേട്ടാ." നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെ സങ്കടം പങ്കുവെച്ച് എത്തിയത്. "എടാ മോനെ സിദ്ധു, നീ ഇനി ഭൂമിയിലില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. അമ്മയും മകനുമായി നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ നീ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ ഞാൻ പലപ്പോഴും പല സീനുകളിലും ഫീൽ ചെയ്തിട്ടുണ്ടെന്ന്. ഈശ്വരാ, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല." സിദ്ധു കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനകൾ മാത്രം മോനെ. നിൻ്റെ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള കരുത്ത് ഈശ്വരൻ നൽകട്ടെ എന്നായിരുന്നു ബീന ആൻ്റണി